നമസ്കാരം, ന്യൂസ് സ്കാനിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ 3 പതിറ്റാണ്ടിലധികമായി സ്ഫോടനങ്ങളും പൊട്ടിത്തെറികളും പ്രാണവേദനയുടെ ആർത്തനാദങ്ങളും മൂലം മുഖരിതമായിരുന്ന പലസ്തീനിലെ ഗാസ മുനമ്പ് ഇന്ന് മനുഷ്യവാസ യോഗ്യം അല്ലാത്ത കുപ്പക്കുന്നായി നിബദിച്ചു പോയിരിക്കുകയാണ്. എവിടെയും തകർന്നടിഞ്ഞ കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾ മാത്രമാണ്. എല്ലാറ്റിനും കാരണം പലസ്തീൻ എന്ന രാജ്യത്തിന്റെ മറവിൽ മാരക തീവ്രവാദത്തിന് കളമൊരുക്കിയ ഹമാസ് എന്ന ഇസ്ലാമിക ഭീകര സംഘടനയുടെ ചോരക്കൊതി മാത്രമായിരുന്നു. എന്നാൽ കഴിഞ്ഞ 15 മാസങ്ങളായി ഇസ്രായേലുമായി നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധത്തിന്റെ പാരമ്യതയിൽ അമേരിക്കയുടെ നേതൃത്വത്തിൽ ഉരുത്തിരിഞ്ഞ വെടിനിർത്തൽ ഫോർമുലയുടെ ഭാഗമായി ഗാസയെ പുതുക്കിപ്പണിയാനും ഗാസയെ മിഡിൽ ഈസ്റ്റിലെ സുഖവാസ കേന്ദ്രമാക്കി മാറ്റാനും അതിനായി ഗാസയുടെ മേൽ ദീർഘകാലത്തേക്കുള്ള ഒരു ഉടമസ്ഥാവകാശം കൈയാളാനുമുള്ള ഒരു നൂതന പ്രഖ്യാപനവുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ രംഗത്ത് എത്തിയിരിക്കുകയാണ്. I would like to see Jordan. I'd like to see Egypt take some look. The Gaza thing has not worked. It's never worked. And I feel very differently about Gaza than a lot of people. I think they should get a good, fresh, beautiful piece of land, and we get some people to put up the money to build it and make it nice and make it habitable and enjoyable. And I don't know how they could want to stay. It's a demolition site. It's a pure demolition site. If we could find the right piece of land or numerous pieces of land and build them some really nice places with plenty of money in the area, that's for sure. I think that would be a lot better than going back to Gaza, which has had just decades and decades of death. Well, they could be in Jordan, and they could be in Egypt, and they could be in other places. You could have more than 2, more than 1, but you could have more than 2, and you'd have people living in a place that could be very beautiful and safe and nice. Gaza has been a disaster for decades. Well, I think if they had the opportunity, they'd love it. If they had an alternative to Gaza, they have no alternative right now. I mean, they're there because they have no alternative. What do they have? It is a big pile of rubble right now. I mean, have you seen the pictures of it? Have you been there? It's terrible to live. Who can live like that? Do you support Israelis actually moving back and creating setup buildings? Not necessarily, no. I just support cleaning it up and doing something with it, but it's failed for many decades. And somebody will be sitting here in 10 years or 20 years from now, and they'll be going through the same stuff, the wars. And you know, they've had civilizations on Gaza, many civilizations on Gaza, and they're buried in the sand. It doesn't seem to work. ട്രംപ് പറഞ്ഞതുപോലെ പശ്ചിമേഷ്യയിലെ ഒരു നമ്പർ 1 പ്രദേശമാക്കി പടുത്തുയർത്താൻ കഴിയുന്ന എല്ലാത്തരം സൗകര്യങ്ങളും സാഹചര്യങ്ങളുമുള്ള സ്ഥലം തന്നെയാണ് ഗാസ മുനമ്പ്. എന്നാൽ ട്രംപിനെ പോലെ ഐഡിയയും ദീർഘവീക്ഷണവും ടൂറിസം അടക്കമുള്ള വ്യാപാര മേഖലകളെ കുറിച്ച് ശക്തമായ അവബോധവുമുള്ള ഒരു നേതാവിന് മാത്രമേ അത് കണ്ടെത്താനും രൂപഭേദം വരുത്തിയെടുക്കാനും കഴിയുകയുള്ളൂ. നിർഭാഗ്യവശാൽ മെഡിറ്ററേനിയൻ കടലിന്റെ കിഴക്കൻ തീരത്തുള്ള ഈ പ്രവിശ്യ ഇക്കണ്ട കാലം മുഴുവൻ അടക്കി ഭരിച്ചത് ഇത്തരം കാഴ്ചപ്പാടുകൾ പോയിട്ട് സാമാന്യ ബോധമോ വിവേക ബുദ്ധിയോ ഒന്നുമില്ലാത്ത ഭീകരവാദികൾ ആയിരുന്നു എന്നത് തന്നെയായിരുന്നു ഗാസ നേരിട്ട ഏറ്റവും വലിയ ശാപം. പലസ്തീനിലെ ഇല്ലായ്മക്കാരായ ഇസ്ലാമിക സഹോദരന്മാരുടെ പരിദേവനങ്ങൾ അക്കമിട്ട് നിരത്തി വിളിച്ചു പറഞ്ഞ വകയിൽ ലോകരാഷ്ട്രങ്ങളിൽ നിന്ന് സംഭാവനയായി ലഭിക്കുന്ന പണം കൊണ്ട് തുരങ്കം പണിതും സ്ഫോടക വസ്തുക്കൾ നിർമ്മിച്ചും പലസ്തീനിലെ സാധാരണക്കാരുടെ പ്രതീക്ഷയായ തലമുറകളെ റാഡിക്കലൈസ് ചെയ്തും അങ്ങനെ ഹമാസിന്റെ മുഖ്യ അജണ്ട തീവ്രവാദ പ്രവർത്തനങ്ങളും നരഹത്യകളുമാണെങ്കിലും തങ്ങൾ പലസ്തീന്റെ മോചനത്തിനായി പ്രവർത്തിക്കുന്ന ഒരു സൈനിക രാഷ്ട്രീയ സഖ്യമാണെന്നും പോരാളികളാണെന്നും ഒക്കെയാണ് ഇവരെ കുറിച്ച് സമാന മനസ്കരുടെ മാധ്യമങ്ങളും അധികാര രാഷ്ട്രീയത്തിനു വേണ്ടി ഏതുതരം നമസ്കാരത്തിനും മടിയില്ലാത്ത രാഷ്ട്രീയക്കാരും പൊടിപ്പും തൊങ്ങലും വെച്ച് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ലോകമെങ്ങും ചിതറിപ്പോയി എങ്കിലും അവിടെ നിന്ന് തിരികെ വന്ന് ഒരു രാഷ്ട്രം സ്ഥാപിക്കുകയും ചുറ്റുവട്ടത്ത് കിടക്കുന്ന പരിഷ്കാരം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത രാജ്യങ്ങളുടെ നടുവിൽ വികസനോന്മുഖമായ ഒരു ജീവിതം നയിച്ച യഹൂദ ജനതയോട് കഴിഞ്ഞ 3 പതിറ്റാണ്ടുകളായി പല അയൽ രാജ്യങ്ങൾക്കും ഉണ്ടായിരുന്നത് കടുത്ത അസഹിഷ്ണുത തന്നെയായിരുന്നു. അതൊക്കെ പോട്ടെ എന്ന് വെച്ചാൽ ജീവൻ ബാക്കി ഉണ്ടാവില്ലെന്ന് തിരിച്ചറിഞ്ഞ ഇസ്രായേൽ ശക്തമായ തിരിച്ചടിയുമായി മുന്നോട്ട് പോയപ്പോൾ അവരിൽ പലരും ആയുധം വെച്ച് പിന്മാറുകയുണ്ടായി. എന്നാൽ നിരന്തരമായ തിരിച്ചടികൾ കിട്ടിയിട്ടും പാഠം പഠിക്കാതെ ഇസ്രായേലിനെ നിരന്തരമായി ഉപദ്രവിച്ചുകൊണ്ടിരുന്ന ഈജിപ്തിലെ ഇസ്ലാമിക് ബ്രദർഹുഡിനെ കൂട്ടുപിടിച്ചുകൊണ്ട് പലസ്തീനിലെ വിമത ഭീകരവാദ സംഘടനയായ ജുമാ അൽ ഇസ്ലാമിയകളുടെ
നേതാവായ അഹമ്മദ് യാസിൻ പടച്ചുവിട്ട ഹമാസ് എന്ന ഭീകര സംഘടന മാത്രമായിരുന്നു. എന്നാൽ ഇന്തിഫാദയുടെ കാലത്ത് രൂപീകൃതമായ ഹമാസ് എന്ന ഭീകര സംഘടന നിരന്തരമായി ഇസ്രായേലിനെ ആക്രമിക്കുകയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഇതുവരെ അവരുടെ അത്തരം നീക്കങ്ങളുടെ ഭീഭത്സമായ ഒന്നായിരുന്നു 2023 ഒക്ടോബർ 7 നടത്തിയ ആ ഭീകരമായ ആക്രമണം ഇസ്രായേലിലേക്ക്. അതേ തുടർന്ന് ഹമാസ് ഉന്മൂലനം മാത്രം ലാക്കാക്കി രംഗത്തിറങ്ങിയ ഇസ്രായേൽ ആ ഉദ്യമത്തിൽ ഏറെക്കുറെ വിജയിച്ചിരിക്കുകയാണിപ്പോൾ. ഇനി പര്യവശേഷിക്കുന്നത് ഔപചാരികമായ ചില നടപടികൾ മാത്രമാണ്. അതിനായി തങ്ങളുടെ വിശ്വസ്ത പങ്കാളികളായ അമേരിക്കയുമായി ഉരുത്തിരിഞ്ഞിരിക്കുന്നത് ശക്തമായ ധാരണകൾ തന്നെയാണ് എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ തവണ അമേരിക്കയുടെ പ്രസിഡന്റ് ആയിരുന്ന ജോ ബൈഡന്റെ ഡെമോക്രാറ്റിക് പാർട്ടി ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന നടപടികളാണ് കൈക്കൊണ്ടത് എങ്കിലും പലയിടത്തും ഇസ്രായേലിനെ നിഷ്ക്രിയരാക്കുന്ന തരത്തിൽ അവരെ വരിഞ്ഞു മുറുക്കാൻ അവർ നിരന്തരമായി ശ്രദ്ധിച്ചിരുന്നു എന്നുള്ളത് നമ്മൾ എല്ലാവരും കണ്ടതാണ്. ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിന് പ്രതികാരം ചെയ്യാൻ അനുവദിക്കാതിരുന്നതും ഇസ്ലാമിക വോട്ട് ബാങ്ക് പ്രീണനത്തിനായി ഗാസയ്ക്ക് വലിയ നഷ്ടപരിഹാരം നൽകിയില്ലെങ്കിൽ സൈനിക സഹായം പിൻവലിക്കേണ്ടി വരുമെന്ന് പ്രഖ്യാപിച്ചതുമൊക്കെ അതിന്റെ ചില ഉദാഹരണങ്ങൾ മാത്രമായിരുന്നു. എന്നാൽ അന്നും ഇന്നും ഉറച്ച നിലപാടുകളോടെ ഇസ്രായേലിനെ പിന്തുണയ്ക്കുകയും ഇങ്ങോട്ട് ബാലിസ്റ്റിക് മിസൈൽ ആക്രമണമെങ്കിൽ തിരിച്ച് ഇറാന്റെ ആണവശേഖരം കത്തിക്കണമെന്നും ഉറക്കെ പറഞ്ഞത് ഇസ്രായേലിനൊപ്പം കട്ടയ്ക്ക് നിന്നത് ഇസ്ലാമിക ഭീകരവാദികളുടെ പേടി സ്വപ്നമായ ഡൊണാൾഡ് ട്രംപ് മാത്രമായിരുന്നു. താൻ അധികാരത്തിൽ വരുന്നതിന് മുൻപ് തന്നെ പശ്ചിമേഷ്യൻ വിഷയത്തിൽ തന്റെ നിലപാട് എന്താണെന്ന് ട്രംപ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു. തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ താൻ പറഞ്ഞതെല്ലാം കടുകട തെറ്റിക്കാതെ നിവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വിജയ ശ്രീലാളിതനായതിനു ശേഷമുള്ള പ്രഥമ കോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് നൽകിയതുപോലെ വൈറ്റ് ഹൗസ് സന്ദർശിച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്യുവാനുള്ള പ്രാഥമിക അനുമതിയും നെതന്യാഹുവിനാണ് ഡൊണാൾഡ് ട്രംപ് നൽകിയത്. അത് ലോകം ഉറ്റുനോക്കിയ ഒരു ചരിത്ര സംഗമം തന്നെയായിരുന്നു. ഇസ്രായേലിന് നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ പിന്തുണകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ആരംഭിച്ച നെതന്യാഹു കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ട്രംപുമായി ചേർന്ന് നടത്തിയ സംയുക്ത പത്രസമ്മേളനം ലോകം മിടിക്കുന്ന ഹൃദയത്തോടെയാണ് കേട്ട് ഇരുന്നത്. അവിടെ വെച്ചാണ് ഹമാസ് തീവ്രവാദികൾ നിറഞ്ഞാടിയ ഗാസ മുനമ്പിന് ശാപമോഷം നൽകുന്ന അത്യുഗ്രൻ പ്രഖ്യാപനങ്ങൾ ഡൊണാൾഡ് ട്രംപ് നടത്തിയത്. Over the past 4 years, the U.S. and the Israeli alliance has been tested more than any time in history. But the bonds of friendship and affection between the American and Israeli people have endured for generations, and they are absolutely unbreakable. They are unbreakable. I'm confident that under our leadership, the cherished alliance between our two countries will soon be stronger than ever. We had a great relationship. We had great victories together 4 years ago. In my first term, Prime Minister and I forged a tremendously successful partnership that brought peace and stability to the Middle East like it hadn't seen in decades. Together we defeated ISIS, we ended the disastrous Iran nuclear deal, one of the worst deals ever made, by the way, and imposed the toughest ever sanctions on the Iranian regime. We starved Hamas and Iran's other terrorist proxies, and we starved them like they had never seen before. Resources and support disappeared for them. I recognized Israel's capital, opened the American embassy in Jerusalem, and got it built, by the way. Built it too, just not only designated it, but got it built at a price that nobody's seen for 40 years. We got it built, it's beautiful, all Jerusalem stone, right from nearby, and it's something that's very special, and recognized Israeli sovereignty over and with the historic Abraham Accord, something that was really an achievement that was, I think, going to become more and more important because we achieved the most significant Middle East peace agreements in half a century, but the Abraham Accords in particular, and I really believe that many countries will soon be joining. കഴിഞ്ഞ 2.5 പതിറ്റാണ്ടിൽ അധികമായി ഹമാസ് തീവ്രവാദികളുടെ അഴിഞ്ഞാട്ടങ്ങളുടെ ഈറ്റില്ലമായി മാറിയ ഗാസയിലെ പൗരന്മാർ അനുഭവിച്ചത് സമാനതകളില്ലാത്ത പ്രതിസന്ധികളായിരുന്നു. അതിന്റെ
താങ്ങാനാകാത്ത അനുഭവങ്ങളായിരുന്നു അങ്ങേയറ്റം വിനാശകരമായ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിലൂടെ അവർക്ക് ലഭിച്ചത്. മനസാക്ഷിക്കുത്ത് ലെവലേശമില്ലാതെ തീവ്രവാദികൾ മനുഷ്യ കവചമാക്കി മാറ്റിയ നിരപരാധികളായ ഗാസ നിവാസികളിൽ 10,000 കൊല്ലപ്പെടുകയുണ്ടായി. ഗാസ ഇപ്പോൾ ആളും ആരവവുമില്ലാതെ തകർന്നടിഞ്ഞ കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾ മാത്രം പര്യവശേഷിക്കുന്ന ചുടലപ്പറമ്പായി മാറിയിരിക്കുമ്പോൾ പഴയതുപോലെ മനുഷ്യവാസമുള്ള ഒരു മേഖലയായി ഗാസ മാറുമോ എന്നുള്ളത് സംശയകരമായ കാര്യമാണ്. ഗാസയിൽ പര്യവശേഷിക്കുന്ന ആ ജനങ്ങളുടെ ആശങ്കകൾക്ക് മറുപടി എന്നവണ്ണമാണ് ട്രംപ് നടത്തിയ പ്രഖ്യാപനം. ഗാസയെ അമേരിക്ക ഏറ്റെടുത്ത് പുനരുദ്ധരിക്കാൻ പോവുകയാണ് എന്നും ലോകത്തിലെ ഏറ്റവും മനോഹരമായ ഒരു സുഖവാസ കേന്ദ്രമാക്കി മാറ്റുമെന്നുമുള്ള പ്രഖ്യാപനങ്ങൾ നടത്തിയത് ഡൊണാൾഡ് ട്രംപ്. അതുകൂടാതെ നിരവധി ആളുകൾക്ക് ജോലി നൽകുന്ന രീതിയിലുള്ള വികസനം ഗാസയിൽ കൊണ്ടുവരുമെന്നത് അടക്കമുള്ള പ്രഖ്യാപനങ്ങളാണ് ഡൊണാൾഡ് ട്രംപ് നടത്തിയത്. ശക്തമായ ഐഡിയകളും അത് പ്രാവർത്തികമാക്കാനുള്ള ആസൂത്രണങ്ങളും ഭീമമായ സാമ്പത്തിക നിക്ഷേപങ്ങളുമെല്ലാം ഒത്തുചേരുന്ന ഒരു പാക്കേജിന്റെ പിൻബലത്തിൽ അല്ലാതെ ഗാസയുടെ പുനരുദ്ധാരണം അസാധ്യമായതിനാൽ പലസ്തീൻ അതോറിറ്റിക്ക് അത് ചിന്തിക്കാൻ പോലും കഴിയുന്ന കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഡൊണാൾഡ് ട്രംപ് എന്ന ക്രാന്തദർശിയായ നേതാവിന്റെ ആസൂത്രണങ്ങൾ എല്ലാ അർത്ഥത്തിലും ഗാസയ്ക്ക് പ്രതീക്ഷ നൽകുന്നത് തന്നെയാണ്. ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഗാസയെ മനോഹരമായ ഒരു പ്രദേശമാക്കി മാറ്റുമെന്ന് തന്നെയാണ്. മെഡിറ്ററേനിയൻ കടലിന്റെ കിഴക്കൻ പാർശ്വത്തിൽ സ്ഥിതി ചെയ്യുന്ന ഗാസ ലോകത്തിലെ ഇതര സുഖവാസ കേന്ദ്രങ്ങളുമായി താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ ലക്ഷണമൊത്ത സൗകര്യങ്ങളുള്ള സ്ഥലം തന്നെയാണ്. ഇത് വർക്കൗട്ട് ആകണമെങ്കിൽ ആദ്യം ഗാസ നിവാസികൾ അവിടെ നിന്ന് ഒഴിഞ്ഞു പോകണമെന്നും ദീർഘകാലത്തേക്ക് ഗാസയുടെ നിയന്ത്രണം അമേരിക്കയ്ക്ക് വേണമെന്നുമാണ് ഡൊണാൾഡ് ട്രംപ് ആവശ്യപ്പെടുന്നത്. ഗാസയിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നവരെ ഈജിപ്തും ജോർദാനും സ്വീകരിക്കണമെന്നാണ് ട്രംപ് മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശം. ആ 2 രാജ്യങ്ങളും ആ കാര്യം നിഷേധിച്ചു എങ്കിലും അവരിപ്പോൾ അങ്ങനെയൊക്കെ പറയും, എന്നാൽ കാര്യത്തോടടുക്കുമ്പോൾ അവർ സമ്മതിക്കുമെന്ന് ട്രംപ് ഉറപ്പിച്ച് പറഞ്ഞിരിക്കുകയാണ്. മെച്ചപ്പെട്ട ജീവിത സൗകര്യങ്ങൾ കിട്ടിയാൽ വീടും വെള്ളവും വെളിച്ചവും ഭക്ഷണവും ഇല്ലാത്ത ഗാസ വിട്ട് ഒഴിഞ്ഞു പോകാൻ അവിടുത്തെ സാധാരണക്കാർ സന്നദ്ധരാണ്. അതിനു മുതിരാതെ പേശീബലം കാണിക്കാൻ മുതിരുന്നത് വിവേകമല്ലാത്ത ഹമാസന്മാർ മാത്രം ആയിരിക്കും. ആ തക്കം തന്നെയാണ് നെതന്യാഹുവും ട്രംപും കാത്തിരിക്കുന്നതും. താൻ അമേരിക്കയിൽ അധികാരമേൽക്കുന്നതിന് മുൻപ് ഇസ്രായേലിലെ ബന്ദികളെ മുഴുവൻ വിട്ടുകൊടുത്ത് സമവായത്തിന് വഴി തേടിയില്ല എങ്കിൽ ഹമാസിന് സംഭവിക്കാൻ പോകുന്നത് സർവനാശമായിരിക്കുമെന്ന് ട്രംപ് ഒരിക്കൽ മുന്നറിയിപ്പ് കൊടുത്തുവെങ്കിലും പുറകെ ഇസ്രായേൽ വെടിനിർത്തലിലേക്ക് വന്നപ്പോൾ ആഗോള തീവ്രവാദി മാനസന്മാരെല്ലാം സമൂഹ മാധ്യമങ്ങളിലും ചാനൽ ഫ്ലോറുകളിലുമൊക്കെ ഇരുന്ന് ഇസ്രായേൽ തോറ്റു എന്ന് പറഞ്ഞ് ആർത്തട്ടഹസിച്ച് പരിഹസിക്കുകയാണ് ചെയ്തത്. എന്നാൽ ഇത്തരത്തിൽ ഹമാസിനെ വേരോടെ പിഴുതെറിയാനുള്ള പദ്ധതിയാണ് ഡൊണാൾഡ് ട്രംപും നെതന്യാഹുവും ചേർന്ന് ഒരുക്കിയത് എന്ന് ഇപ്പോഴാണ് ഈ മനുഷ്യന്മാരെല്ലാം മനസ്സിലാക്കുന്നത്. പറയുന്നത് ഡൊണാൾഡ് ട്രംപ് ആയതിനാൽ ഹമാസിന് മുന്നിൽ ഇനി ഒറ്റ വഴിയേ ഉള്ളൂ: തീവ്രവാദം നിർത്തി ഈജിപ്തിലോ ജോർദാനിലോ പോയി കൂലിപ്പണിയെടുത്ത് ജീവിക്കുക, അല്ലെങ്കിൽ മരിക്കാൻ ഒരുങ്ങുക. സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ ലോകത്തിൽ വെച്ച് ഏറ്റവും സാമ്പത്തിക ശേഷിയും സൗന്ദര്യമുള്ള രാജ്യങ്ങളാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യമായ സ്വീഡൻ ഇപ്പോൾ സമാനതകളില്ലാത്ത പ്രതിസന്ധികളിലൂടെ കടന്നു പോവുകയാണ്. ലോകത്തിലെ എല്ലാ മനുഷ്യരോടും ഉദാരമായ സ്നേഹത്തോടെ ഇടപെട്ടിരുന്ന സ്വീഡനിൽ ക്രൈമുകൾ ഒട്ടും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. സ്വീഡന്റെ അത്തരം മഹാമനസ്കതയുടെ ദൗർബല്യങ്ങളിൽ പിടിമുറക്കി പാകിസ്ഥാനിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നും സിറിയയിൽ നിന്നുമെല്ലാം അങ്ങോട്ട് വന്നവർ സ്വീഡന്റെ സംസ്കാരത്തെ തകർത്തെറിഞ്ഞ് മത വർഗീയ വ്യാപാരത്തിന്റെയും ഭീകരവാദത്തിന്റെയും ഹബ്ബാക്കി മാറ്റിയിരിക്കുകയാണ് സ്വീഡനെ ഇപ്പോൾ. 2023 ഇറാഖിൽ നിന്നെത്തിയ ഇസ്ലാം വിരോധിയായ ഇസ്ലാം മതസ്ഥൻ സൽമാൻ മോമിക ഖുറാൻ കത്തിച്ചുകൊണ്ട് സ്വീഡനിൽ നടത്തിയ പ്രവൃത്തി വലിയ വിവാദമാണ് ഉളവാക്കിയത്. സ്വീഡൻ അന്ന് പ്രതികരിച്ചത് സ്വതന്ത്ര രാജ്യമായ സ്വീഡനിൽ ഖുറാനും ബൈബിളും ഗീതയുമെല്ലാം കത്തിക്കാം എന്നായിരുന്നു. എന്നാൽ ഖുറാൻ കത്തിച്ചവനെ ലൈവാക്കി തൂക്കിയതോടെ അതിര് കടന്ന ആ സ്വതന്ത്ര ചിന്താഗതി ഇപ്പോൾ സ്വീഡനെ തിരിഞ്ഞ് കൊത്തിക്കൊണ്ടിരിക്കുകയാണ്. സൽമാൻ മോമിക സ്വന്തം വീട്ടിലിരുന്ന് ടിക്ടോക്ക് ലൈവ് ചെയ്യുന്നതിനിടെ കഴിഞ്ഞ ദിവസം അജ്ഞാതരായ ഭീകരരുടെ വെടിയേറ്റ് മരിച്ചപ്പോൾ ആ ദൃശ്യം ലോകം കണ്ട് ഞെട്ടിത്തരിച്ചുപോയി. ഇതോടെ രംഗത്ത് വന്ന സ്വീഡൻ പ്രധാനമന്ത്രി ഉൾഫ് ക്രിസ്റ്റ്യൻ ഇതിന്റെ പിന്നിൽ വിദേശ ശക്തികളാണെന്നും സ്വീഡന്റെ സ്ഥിതിഗതികൾ ഇപ്പോൾ നിയന്ത്രണാതീതമാണ് എന്നും വ്യക്തമാക്കുകയുണ്ടായി. എന്നാൽ അതിന് തൊട്ടു പിന്നാലെയാണ് സ്വീഡന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുരന്തമെന്ന് വിശേഷിപ്പിക്കാവുന്ന കൂട്ടക്കൊലപാതകം നടന്നത്. സ്വീഡനിലെ റൈബ്രോവസ്താഗ ജില്ലയിലെ റിസ്ബർഗ് സ്കൂളിൽ കയറിച്ചെന്നാണ് 35-കാരനായ വ്യക്തി 11 പേരെ വെടിവെച്ചു കൊന്നത്.
ക്രൂരകൃത്യത്തിന്റെ നിർവഹണത്തിന് ശേഷം അയാൾ സ്വന്തം തലയിലേക്ക് നിറയൊഴിച്ച് ആത്മഹത്യ ചെയ്യുകയും ചെയ്തു. സമ്പത്തും മനോഹാരിതയും വിഭവശേഷികളും സ്വാതന്ത്ര്യവും ഒക്കെ ഉണ്ടായിരുന്നിട്ടും ഭീകരവാദികളുടെ അഴിഞ്ഞാട്ടം ഹേതുവായി സ്വീഡൻ ഇപ്പോൾ തരിച്ച് നിൽക്കുകയാണ്. കഴിഞ്ഞ മാസം മാത്രം സ്വീഡനിൽ 31 കൊലപാതകങ്ങളാണ് നടന്നത്. ഇത്തരം പ്രതിസന്ധിയിലേക്ക് സ്വീഡനെ തള്ളിവിട്ടത് തത്വദീക്ഷകളില്ലാതെ നടക്കുന്ന ഇസ്ലാമിക കുടിയേറ്റമാണ് എന്നും അവർ രാജ്യം വിട്ടുപോകണമെന്നും അല്ലാത്ത പക്ഷം അവർ സ്വീഡന്റെ മൂല്യങ്ങളോട് താതാത്മ്യപ്പെടണമെന്നും സ്വീഡന്റെ ഉപപ്രധാനമന്ത്രിയായിരുന്ന എബ്ബ ബുഷ് മുമ്പ് പ്രസ്താവിച്ചിരുന്നു. Jag tycker vi kan tala klarspråk om att inte minst i den svenska debatten men också i Europa så har man varit feg inför att kritisera avarterna av islam. Och det är ju det som har gjort att vi idag har svenska muslimer som förtvivlat frågar vad gör ni med Sverige? Ni är på väg att förstöra Sverige. Vi möter nu förtryck ifrån islam som vi flydde ifrån i våra gamla hemländer. Det tvingas nu våra döttrar möta här när de blir kontrollerade, förtryckta utav en totalitär form av islam som inte hör hemma i Sverige. Där måste vi klara av att sida upp kroka arm med de svenska muslimer som inte vill se den totalitära islam och som vi nu sviker när vi inte vågar se att vi har ett större problem med den här formen av extremism inom islam och den måste vi nu börja trycka tillbaka, annars kommer Europa och Sverige gå för. ആഗോള വ്യാപകമായി ക്രൈസ്തവ സമുദായത്തിന് നേരെ നടന്നുകൊണ്ടിരിക്കുന്നത് അതിശക്തമായ ആക്രമണങ്ങളാണ്. പള്ളികൾ തകർക്കപ്പെടുന്നു, ബൈബിളുകൾ കത്തിക്കപ്പെടുന്നു, ക്രൈസ്തവരെ തെരഞ്ഞുപിടിച്ച് ആക്രമിക്കുന്നു. കേരളത്തിൽ വരെ ഒരു ഇസ്ലാമിക തീവ്രവാദി വിശുദ്ധ ബൈബിൾ കത്തിക്കുകയുണ്ടായി. അതിപ്പോഴും അങ്ങനെ ശക്തമായി തുടരുകയാണ്. എന്നാൽ അതിനോടൊക്കെ ക്രൈസ്തവ സമൂഹം പ്രതികരിച്ചത് സംയമനപരവും സമചിത്തതയും മുൻനിർത്തിക്കൊണ്ടായിരുന്നു. എന്നാൽ ക്രൈസ്തവ സഹജമായ അത്തരം സമീപനങ്ങളെ മുതലെടുത്തുകൊണ്ട് കടുത്ത ബലാത്കാരവും അധിനിവേശവുമാണ് ലോകമെങ്ങും നടന്നുകൊണ്ടിരിക്കുന്നത്. അത്തരം പ്രതിസന്ധികൾ ശക്തമായിരിക്കുന്ന സാഹചര്യത്തിൽ വിവേകബുദ്ധിയോടെ നീങ്ങുവാനുള്ള ആർജവം ആഗോള ക്രൈസ്തവ സമൂഹം കാണിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. കേരളത്തിലെ ന്യൂനപക്ഷ വിദ്യാർത്ഥികളുടെ മേൽ കടുത്ത ആശങ്കകൾ വിതച്ചുകൊണ്ട് അവർക്കുള്ള 50ഓളം സ്കോളർഷിപ്പുകളാണ് ഒരു ഉത്തരവിലൂടെ കേരള സർക്കാർ എടുത്തു കളഞ്ഞത്. സാമ്പത്തിക പ്രതിസന്ധികളാണ് ഇത്തരം തീരുമാനമെടുക്കാൻ സർക്കാരിനെ പ്രേരിപ്പിച്ചതെന്ന് പറയുന്നുണ്ടെങ്കിലും കെടുകാര്യസ്ഥതയും അഴിമതിയും ധൂർത്തും തന്നെയാണ് കേരളത്തെ ഇത്തരം വല്ലാത്ത പ്രതിസന്ധികളിലേക്ക് കൊണ്ടുവന്ന് എത്തിച്ചത് എന്നത് പകൽ പോലെ വ്യക്തമാണ്. ഏതായാലും ന്യൂനപക്ഷ ആനുകൂല്യങ്ങൾ വീതം വെക്കുന്ന കാര്യത്തിൽ പോലും തുല്യമായ ഒരു അനുപാതം നിലനിർത്തുവാൻ താല്പര്യം കാണിക്കാത്ത, അതിലും വോട്ട് ബാങ്ക് മുൻനിർത്തി 80-20 അനുപാതത്തിലുള്ള തരംതിരിവുകൾ കാട്ടുകയും അതിനെതിരെ നിയമവ്യവഹാരം നടത്തി വിജയിച്ച ക്രൈസ്തവ സമൂഹത്തിനെതിരെ കേസിന് പോവുകയും ചെയ്ത ഹീനമായ സമീപനമാണ് ക്രൈസ്തവ സമൂഹത്തോട് ഈ സർക്കാർ കാട്ടിയിട്ടുള്ളത്. അതുമാത്രമല്ല, ന്യൂനപക്ഷ ക്ഷേമത്തിനായി അനുവദിക്കപ്പെട്ട ഫണ്ടിൽ അംശഭാഗം മാത്രമാണ് ഇതുവരെ വിനിയോഗിക്കപ്പെട്ടിട്ടുള്ളത്. അതിൽ സിംഹഭാഗവും കൈയടക്കി വെച്ചുകൊണ്ടാണ് ഇത്തരം കടുംവെട്ടുകളുമായി സർക്കാർ ഇറങ്ങിയിരിക്കുന്നത് എന്ന കാര്യവും വളരെ വ്യക്തമാണ്. അതിന്റെ കാരണങ്ങളെ കുറിച്ച് ഷെക്കേന ചർച്ചയിൽ പങ്കെടുത്ത സാമൂഹ്യ നിരീക്ഷകൻ അമൽ സിരിയക്ക് പറഞ്ഞത് ഇപ്രകാരമായിരുന്നു. അതിന്റെ തുടക്കം എന്ന് പറയുന്നത് ഈ വകുപ്പ് ഇന്ന് വരെ PSCക്ക് വിട്ടിട്ടില്ല ഇവര്. അതായത് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് പ്രവർത്തിച്ചു തുടങ്ങിയിട്ട് വർഷങ്ങളേറെയായി, പതിറ്റാണ്ടുകളായെന്ന് വേണമെങ്കിൽ പറയാം. ആ രീതിയിൽ നിൽക്കുന്ന ഈ വകുപ്പ് ഇതുവരെയും PSCക്ക് വിടാതെ താൽക്കാലിക നിയമനങ്ങളിലൂടെ തങ്ങൾക്ക് ഇഷ്ടമുള്ളവരെ മാത്രം നിയമിച്ചുകൊണ്ടുള്ള രീതിയിലാണ് ഈ വകുപ്പ് മുന്നോട്ട് പോകുന്നത്. അതായത് ഈ വകുപ്പിന്റെ തുടക്കകാലം തൊട്ട് അവസാന കാലഘട്ടം വരെ ഇടയ്ക്ക് പിണറായി വിജയൻ ഒന്ന് ഇടയ്ക്ക് മന്ത്രിയായാലും ഒഴിച്ചാൽ ബാക്കി എല്ലാ സമയവും മന്ത്രിയായിരിക്കുന്നത് മുസ്ലിം മന്ത്രിമാര് തന്നെയാണ്. ഇപ്പോൾ ഒരു ക്രൈസ്തവ മന്ത്രി പോലുമോ അല്ലെങ്കിൽ വലിയൊരു ക്രൈസ്തവ പ്രാതിനിധ്യം പോലും ഇല്ലാതെ ഈ വകുപ്പ് മുന്നോട്ട് പോവുകയാണ്. 2019 നടന്ന ആ ഒരു ഈ ഒരു പഠനത്തിന്റെ റിപ്പോർട്ട് ഇന്ന് വരെ അവർ സർക്കാർ സമർപ്പിച്ചിട്ട് പോലും ഇല്ല. അപ്പൊ അങ്ങനെ സമർപ്പിക്കാതെ പൂഴ്ത്തിവെക്കുന്ന രീതിയിലുള്ള ഒരു കമ്മീഷൻ, ഒരു ജുഡീഷ്യൽ അധികാരമുള്ള ഒരു സംവിധാനമാണ് ഈ കമ്മീഷൻ തുറക്കണം. അങ്ങനെ ഒരു കമ്മീഷൻ പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ് ഈ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ആ വകുപ്പിന്റെ കീഴിൽ നിന്ന് നമുക്ക് നീതി കിട്ടുക, അല്ലെങ്കിൽ ന്യായം കിട്ടുക, അല്ലെങ്കിൽ അർഹമായ ഒരു ഒരു നീതി, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഒരു നോക്ക്, അല്ലെങ്കിൽ ഒരു സംസാരം അതൊക്കെ കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയ കാര്യം എന്ന രീതിയിൽ പോലും നമുക്ക് കാണേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പൊ നിൽക്കുന്നത്. ഈ ന്യൂനപക്ഷ ധനാരി കോർപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവായ ന്യൂനപക്ഷങ്ങൾക്കുള്ള ഒരു കോർപ്പറേഷൻ ആണല്ലോ. ആ കോർപ്പറേഷനെ കീഴിൽ നിന്ന് മദ്രസ അധ്യാപകർക്ക് വേണ്ടി അവിടെ കൂടുതൽ ഫണ്ട് കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും ബാക്കിയുള്ള ന്യൂനപക്ഷങ്ങളിലെയും മത അധ്യാപകർക്ക് ഫണ്ട് കൊടുക്കേണ്ടതല്ലേ?
ഇപ്പൊ സൺഡേ സ്കൂൾ അധ്യാപകരാകട്ടെ, പാസ്റ്റർമാരാകട്ടെ, ജൈനമത പണ്ഡിതരാകട്ടെ, അപ്പൊ ജൈനമത അവിടെയുള്ള അധ്യാപകർക്കും ഈ ഒരു ക്ഷേമം കൊടുക്കേണ്ടതല്ലേ? അതൊന്നും നോക്കാതെ, അല്ലെങ്കിൽ മറ്റ് ന്യൂനപക്ഷങ്ങളെ ഒന്നും തന്നെ പരിഗണിക്കാതെ ഇസ്ലാം മതം പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് വേണ്ടി മാത്രമായിട്ട് ഈ 2.5 ലക്ഷം എന്നുള്ളത് 5 ലക്ഷം. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം, പലിശരഹിത ലോണാണ്. അതായത് ഭവനം നിർമ്മിക്കാനായിട്ട് 10% പലിശയുള്ള നമ്മുടെ ഈ നാട്ടില് അവിടെ പലിശരഹിത ലോണായിട്ട് നൽകപ്പെടുകയാണ് ഈ ഒരു 5 ലക്ഷം രൂപ എന്ന് പറയുന്നത്. അപ്പം അത്ര വലിയൊരു തുക ചെലവഴിക്കാനായിട്ട് സർക്കാർ ഒരു പ്രത്യേക ന്യൂനപക്ഷ വിഭാഗത്തെ മാത്രം തിരഞ്ഞെടുത്തുകൊണ്ട് ചെയ്യുന്നത് എത്രമാത്രം ഭരണഘടനാ ലംഘനപരമായിട്ടുള്ള ഒരു കാര്യവും മതവിവേചനം പുലർത്തുന്നതായിട്ടുള്ളതാണെന്ന് നമുക്കിന്ന് കാണാൻ സാധിക്കും. ക്രൈസ്തവ സമൂഹത്തെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കുന്ന നടപടികളാണോ കേരളത്തിലെ ഇടത് വലത് പ്രസ്ഥാനങ്ങൾ കൈക്കൊള്ളുന്നത് എന്ന് ചിന്തിക്കുവാൻ പ്രേരിപ്പിക്കുന്ന തരത്തിൽ പല നടപടികളും അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ക്രൈസ്തവ ക്ഷേമം മുൻനിർത്തി ഖജനാവിലെ കാശെടുത്തുണ്ടാക്കിയ ജസ്റ്റിസ് JB കോശി കമ്മീഷൻ റിപ്പോർട്ടിലെ പ്രസക്ത ഭാഗങ്ങൾ പോലും പുറത്തുവിടാതെ അതിന്മേൽ അടയിരിക്കുകയാണ് പിണറായി സർക്കാർ. അത്തരം സാഹചര്യത്തിൽ ക്രൈസ്തവ ന്യൂനപക്ഷത്തിന്റെ വിദ്യാഭ്യാസ ആനുകൂല്യങ്ങളെ ഇല്ലാതാക്കിയ സർക്കാർ നടപടികൾ അത്യന്തം അപലപനീയമാണ്. അതേക്കുറിച്ച് ഷെക്കേന നടത്തിയ ചർച്ചയിൽ പങ്കെടുത്ത അഡ്വക്കേറ്റ് ജസ്റ്റിൻ പള്ളിവാതുക്കൽ പറഞ്ഞത് പ്രസക്തമായിരുന്നു. ക്രൈസ്തവരെ സംബന്ധിക്കുന്ന നിയമ വ്യവഹാരങ്ങളിൽ ശക്തമായി ഇടപെടുന്ന ജസ്റ്റിൻ വക്കീലിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്. നമ്മളെ ക്രൈസ്തവ സമൂഹത്തെ സംബന്ധിച്ചിട്ട് ഈ സ്കോളർഷിപ്പുകളോടൊക്കെ ഒരു പുറംതിരിഞ്ഞു നിൽക്കുന്ന മനോഭാവമാണ് ഇപ്പോഴും ഒരു പരിധിവരെ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന വേദനാജനകമായ ഒരു കാര്യം പങ്കുവെക്കാതിരിക്കാൻ സാധിക്കത്തില്ല. കാരണം നമ്മള് ഇത്രയേറെ നിയമയുദ്ധം നടത്തി, ഒച്ചപ്പാടുകൾ ഉണ്ടാക്കി, ബഹളം വെച്ച്, നിവേദനങ്ങൾ നടത്തി ഒക്കെ നമ്മൾ മേടിച്ചെടുത്ത ഈ അവകാശം അത് അനുഭവിക്കാൻ പറ്റുന്ന രീതിയിൽ ഓരോ വർഷവും വേണ്ട രീതിയിൽ അപേക്ഷകരെ പോലും കിട്ടാത്ത ഒരു സാഹചര്യം നമ്മുടെ ക്രൈസ്തവ സമൂഹത്തിൽ നിന്ന് തീർച്ചയായിട്ടും ഉണ്ടാകുന്നുണ്ട്. അതില്ല എന്ന് പറയാൻ വേണ്ടി പറ്റില്ല. അതേസമയം മറ്റ് സമൂഹങ്ങള് ഈ 100 രൂപയുടെ സ്കോളർഷിപ്പ് ആണെങ്കിൽ പോലും അത് കൃത്യമായി മേടിച്ചെടുക്കുന്നതിലും, അത് മേടിച്ചെടുക്കുന്നതിൽ മാത്രമല്ല, അത് നിരന്തരമായിട്ട് ഓരോ വർഷവും അത് കിട്ടിപ്പോരുന്നതിനും വേണ്ടുന്ന അധ്വാനം അവര് നടത്തും. അതിന് ചിലപ്പോൾ 2, 3, 4 പ്രാവശ്യം ചിലപ്പോൾ നടക്കേണ്ടി വരും. ഇപ്പൊ എല്ലാം ഈ ഓൺലൈൻ പോർട്ടലുകൾ ആയതുകൊണ്ട് വളരെ എളുപ്പമാണ് ഇതെല്ലാം ഓൺലൈനിൽ അപ്ലോഡ് ചെയ്യുവാനും ഒക്കെ വളരെ എളുപ്പമുള്ള പരിപാടിയാണ്. പക്ഷെ നമുക്ക് ഒരു 2 മണിക്കൂർ ഇരിക്കാൻ, കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് വാങ്ങാൻ നമ്മളെ സംബന്ധിച്ചിട്ട് ബുദ്ധിമുട്ടുകൾ പറയുന്നതിന്റെ പേരിലാണ് നമുക്ക് ഈ അവകാശങ്ങളൊക്കെ നിഷേധിക്കപ്പെടുന്നത്. ഒരിക്കൽ ഇവിടുന്ന് നേട്ടം എന്താണെന്ന് വെച്ചാൽ, ഒരിക്കൽ നമ്മൾ ഒരു സ്കോളർഷിപ്പിനോ ഗവൺമെന്റ് ആനുകൂല്യത്തിനോ നമ്മൾ രജിസ്റ്റർ ചെയ്യപ്പെടുമ്പോൾ ആ രജിസ്ട്രേഷന്റെ അടിസ്ഥാനത്തിൽ തന്നെ നമുക്ക് നിരന്തരമായിട്ട് അപേക്ഷിക്കാൻ വേണ്ടി സാധിക്കും. രണ്ടാമതായിട്ട് വേറൊരു ടെക്നിക്കൽ മേഖലയിലൂടെ നമുക്കൊരു നേട്ടം കിട്ടുന്നുണ്ട്. സ്കോളർഷിപ്പുകൾക്കൊക്കെ അപേക്ഷിക്കുമ്പോൾ നമ്മുടെ എല്ലാ ഡോക്യുമെന്റുകളും പക്കയാവണം, എല്ലാം കൃത്യമായിരിക്കണം. അപ്പൊ നമ്മുടെ സർട്ടിഫിക്കറ്റുകളും നമ്മുടെ ഡോക്യുമെന്റുകളും ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിട്ട് 1ാം ക്ലാസ് അല്ലെങ്കിൽ 1ാം ക്ലാസ് പോട്ടെ, ഇനി പ്രീ മെട്രിക് +1 +2 തൊട്ട് എങ്കിലും കൃത്യമാക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു സാധ്യതയാണ് നമ്മുടെ മുമ്പിലുള്ളത്. പക്ഷെ ഇതുപോലും നമ്മൾ ഉപയോഗിക്കുന്നില്ല. പക്ഷെ മറ്റു സമൂഹങ്ങൾ വളരെ കൃത്യമായിട്ട് ഇത് ഉപയോഗിക്കുന്നു. ദേശം നമ്മുടെ നികുതിപ്പണമാണ് നമുക്ക് തിരിച്ചു തരുന്നത്, വേറെ ഒന്നുമല്ല, നമ്മുടെ നികുതിപ്പണമാണ് നമുക്ക് തിരിച്ചു തരുന്നത്. അത് നമ്മുടെ വിദ്യാഭ്യാസത്തിന് ഉപയോഗിക്കുക എന്ന് പറയപ്പെടുന്നത് രാഷ്ട്രത്തെ സംബന്ധിച്ചിട്ട്, അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിട്ട് നാണക്കേടല്ല, അഭിമാനമാണ്. ഗവൺമെന്റിന്റെ സ്കോളർഷിപ്പ് എന്റെ മെരിറ്റ് കണ്ട് എന്റെ സാമ്പത്തിക പിന്നോക്കാവസ്ഥയുടെ പേരിൽ ഞാൻ പഠിക്കാതെ ഇരിക്കാൻ ഇടവരരുത് എന്ന് കണ്ടുകൊണ്ട് എന്നെ എന്റെ രാഷ്ട്രം, എന്റെ സംസ്ഥാനം മാനിക്കുന്നതാണത്, എന്നെ റെസ്പെക്ട് ചെയ്യുന്നതാണ്. അത് മനസ്സിലാക്കാൻ നമുക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ പരാജയം, ജോർജ്. ഒപ്പം നമുക്കറിയാം, ഞാൻ നേരത്തെ ഇന്റർവ്യൂവിൽ പറഞ്ഞതുപോലെ ആ ഒരു 80-20 വളരെ അനീതി നിറഞ്ഞ ആ ഒരു സമ്പ്രദായം അത് എടുത്തു മാറ്റപ്പെട്ടിട്ട് ഏകദേശം ഒരു 3 വർഷത്തോളമാകുന്നു. ഈ 3 വർഷം പിന്നിടുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു തീരുമാനം ഈ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിൽ നിന്ന് ഉണ്ടാകുന്നത് ഒരു ദുരൂഹതയായിട്ട് നമുക്ക് കണക്കാക്കാൻ സാധിക്കും. നമുക്കൊരു കണക്കിൽ നോക്കിയാൽ ദുരൂഹത തന്നെയാണ്. കാരണം വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ ആനുകൂല്യത്തിന്റെ മേലെയാണ്, അവരുടെ സ്കോളർഷിപ്പിന്റെ മേലെയാണ് കൈവച്ചിരിക്കുന്നത്. അപ്പൊ ഒരു ദേശത്തെ, ഒരു രാഷ്ട്രത്തിന്റെ നിലനിൽപ്പ് തന്നെ ആ ദേശത്തിന്റെ കുട്ടികളും യുവാക്കന്മാരും, നമ്മളങ്ങനെയാണല്ലോ പറയുക, രാഷ്ട്രത്തിന്റെ ഭാവി വാഗ്ദാനങ്ങളാണല്ലോ പറയുക. അപ്പൊ ഭാവി വാഗ്ദാനങ്ങളെ പടുത്തുയർത്താൻ വേണ്ടുന്ന അടിസ്ഥാനപരമായ അധ്വാനത്തിന്റെ മേലെ വാള് വെക്കുന്ന നിലപാടാണ് സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. അത് ഇവിടുത്തെ ഒരു പ്രശ്നം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ,
ഇപ്പൊ ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിട്ട് ഫസ്റ്റ് ഇയർ ഡിഗ്രിക്ക് അപ്ലൈ സ്കോളർഷിപ്പ് കിട്ടിയിട്ടുണ്ട്, 2ാമത്തെ വർഷം അത് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ആ കിട്ടുന്നതിനെയാണ് ഇല്ലാതാക്കുന്നത്. അപ്പൊ പെട്ടെന്നുള്ള കിട്ടുന്ന ഒരു അറിയിപ്പാണ്. ഇനി അടുത്തൊരു പ്രശ്നം, ഇത് 1, 2 അല്ല, സംസ്ഥാന സർക്കാർ നൽകുന്ന അല്ലെങ്കിൽ സംസ്ഥാന ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിലൂടെ നൽകുന്ന എല്ലാ സ്കോളർഷിപ്പുകളെയും ഇത് ബാധിച്ചിട്ടുണ്ട്, ഇത് വെട്ടിക്കുറച്ചിട്ടുണ്ട്. എല്ലാ സ്കോളർഷിപ്പുകളും ഇത് എണ്ണം കണ്ട് വെട്ടിക്കുറച്ചേക്കാം. അപ്പൊ അത് വിദ്യാർത്ഥികൾ എണ്ണത്തെ ബാധിക്കും. ലക്ഷക്കണക്കിന് ന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെടുന്ന കുട്ടികളാണ് സ്കോളർഷിപ്പിനൊക്കെ ഓരോ വർഷവും അപ്ലൈ ചെയ്യുന്നത്. പ്രത്യേകിച്ചും ഈ ന്യൂനപക്ഷ കേസിലെ വിധിക്കൊക്കെ ശേഷം ക്രൈസ്തവ സമൂഹത്തിൽ നിന്നും മറ്റ് ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്നുമൊക്കെ ശക്തമായ രീതിയിൽ അപേക്ഷകരുണ്ട്. ആ അപേക്ഷകര് ഒക്കെ നിൽക്കുമ്പോൾ 10,000-കണക്കിന് അപേക്ഷകൾ വരുമ്പോൾ അതിനകത്ത് വെറും 200 പേരെ 300 പേരെ മാത്രം പരിഗണിക്കുന്ന രീതിയിലേക്ക് പോകുമ്പോൾ ഉണ്ടാകാവുന്ന ഒരു എന്താണ് അതിന് പറയുക? കാരണം ഇത്രയും ഈ അപേക്ഷിച്ച ആളുകളും അപേക്ഷിച്ച വിദ്യാർത്ഥികളും മുഴുവൻ പൊട്ടന്മാരാകുന്ന ഒരു അവസ്ഥയില് അവർ എത്ര ദിവസം ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിട്ട് ഒരു 2-3 ദിവസമെങ്കിലും അവന് പണി കളയണം. അതായത് ഇൻകം സർട്ടിഫിക്കറ്റ് വാങ്ങണം, ജാതി സർട്ടിഫിക്കറ്റ് വാങ്ങണം, കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ഒക്കെ പോയി വാങ്ങി ഇതെല്ലാം കൊണ്ടുപോയി അപ്ലോഡ് ചെയ്ത് അതിനുശേഷം അതെല്ലാം മേടിച്ച് അവർ ഏത് വിദ്യാലയത്തിലാണോ അവിടെ കൊണ്ടുപോയി കൊടുത്ത് ആ അധികാരികൾ ഇത് അപ്ലോഡ് ചെയ്തെന്നുള്ളത് പിന്നീട് ഒന്ന് പോയി വെരിഫൈ ചെയ്യണം. ഇനി അതും അല്ലെങ്കിൽ അവരിത് ഡയറക്ടറേറ്റിലേക്ക്, മൈനോറിറ്റി വെൽഫെയർ ഡയറക്ടറേറ്റിലേക്ക് ഇത് ഫോർവേഡ് ചെയ്യുന്നില്ലെങ്കിൽ ഇവര് തന്നെ അത് വാങ്ങിക്കൊണ്ടു കൊടുക്കണം. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കുക, ഇത്രയും മുടക്കിയിട്ട് ഇത്രയും കഷ്ടപ്പെട്ട് അവരുടെ 2-3 ദിവസത്തെ വരുമാനം പോലും കളഞ്ഞ് ഒരു 1000-1500 രൂപയൊക്കെ മുടക്കിയിട്ടാണ് ഈ സ്കോളർഷിപ്പ് അപേക്ഷ കൊടുക്കുന്നത്. ആ സ്കോളർഷിപ്പ് ഇല്ല എന്ന് പറയുമ്പോൾ ആരെയാണ് നിന്ദിക്കുന്നത് എന്നുള്ളത് നമ്മൾ കാണണം. ഇത് ഗൗരവതരമായ ഒരു കാര്യമാണ്. ഇത് ഒരു സൈഡിൽ ഇല്ലാതാക്കുമ്പോൾ തന്നെ മറു സൈഡിൽ ഇന്ന് വരെ ഇല്ലാത്ത രീതിയിൽ ചില പ്രീണന നയത്തിന്റെ ഭാഗമായിട്ട് ഫണ്ടുകൾ നീതിപൂർവമല്ലാത്ത ഭരണഘടനാ വിരുദ്ധമായ ഫണ്ട് വിഹിതം അനുവദിച്ചു കൊടുക്കുന്നുണ്ട് എന്നുള്ളതും കൂടെ ഇവിടെ നമ്മൾ കൂട്ടി വായിക്കേണ്ടതുണ്ട്. വ്യക്തമാണ്. ശ്രീ അമൽ സരീഖ്, ഈ ഒരു തീരുമാനത്തിന് പിന്നിൽ സർക്കാർ പറയുന്ന ഒരു നിലപാട് അല്ലെങ്കിൽ ഒരു കാരണം എന്ന് പറയുന്നത് സാമ്പത്തിക പ്രതിസന്ധി എന്നൊരു ന്യായമാണ് അവർ ഉന്നയിക്കുന്നത്. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ തന്നെ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന് അലോക്കേറ്റ് ചെയ്ത ഫണ്ടിൽ ഏകദേശം ഒരു 2.5% അടുത്ത് മാത്രമേ അത് ഉപയോഗിച്ചിട്ടുള്ളൂ. കൃത്യമായി പറയുകയാണെങ്കിൽ 2.69% മാത്രം. ഈ 2.69% ആ ഒരു തുക വിനിയോഗിച്ചതാണോ സംസ്ഥാന സർക്കാരിന്റെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കുള്ള കാരണം? അമൽ സരീഖ്, അത്തരത്തിലുള്ള പലതരം ആസൂത്രിത നടപടികൾ ക്രൈസ്തവർക്കെതിരെ വർദ്ധിച്ചു വരുന്ന ഈ സാഹചര്യത്തിൽ JB കോശി കമ്മീഷൻ റിപ്പോർട്ട് പുറത്തെത്തിക്കുവാനും അതിലെ ശുപാർശകൾ നടപ്പിലാക്കുവാനുമുള്ള ശക്തമായ പോരാട്ടത്തിനായി ഇനിയെങ്കിലും ക്രൈസ്തവർ ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങിയില്ല എങ്കിൽ ഇത്തരം അവഗണനകൾ സർക്കാർ തുടരുക തന്നെ ചെയ്യും. ന്യൂസ് കാൻ സമാപിക്കുന്നു. ഇനി അടുത്തയാഴ്ച.